ഈ പ്രശ്നം തീരണമെങ്കിൽ ദിലീപ് കാവ്യ മാധവനെ ഡൈവേഴ്സ് ചെയ്യണം. പിഷാരയുടെ ഇമേജിനെ ഭയങ്കരമായിട്ട് കാലത്തിൽ ബാധിച്ചു ഈ സംഭവം. പിഷാരയുടെ നല്ല ഇമേജ് നിന്നാണ്. താരസംഘടന എല്ലാവരും അല്ല, ഒരു 10 പേരെ അവിടുന്ന് പുറത്താക്കിയ ഈ സംഘടന സ്മൂത്താ. ഈ 10 പേരെന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? അമ്മ സംഘടനയിലെ സ്ത്രീകളെ ഒരു കുടുംബത്തിൽ പിറന്നവരാണ് കാണിക്കുന്ന പണിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പരസ്പരം വലിച്ചെറിയുന്നത് എന്തെയാണ്? മാലിന്യമാണോ? അല്ല, അമേധ്യ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അമ്മ സംഘടന നശിക്കാൻ പാടില്ല. പക്ഷേ അമ്മ സംഘടന നശിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സ്വന്തം വീട്ടിലെ അംഗങ്ങൾ നശിക്കണമെന്നാണ്. അതിന് കാരണം സാമ്പത്തികമായ ഒത്തിരി അഴിമതിയോടെ നടന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അത് വെളിയിൽ വരരുത്. നമസ്കാരം. സജി നന്ദിയാട്ട് ആരാണ് എന്ന് ഞാൻ പരിചയപ്പെടുത്തിയാൽ ആൾക്കാർ എന്നെ ഓടിച്ചിട്ടടിക്കും. കാരണം സജി നന്ദിയാട്ട് ചാനൽ ചർച്ചകളിലൂടെയും മറ്റുമൊക്കെ എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണെന്ന് മാത്രമല്ല, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളിലൊക്കെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്, നിർമ്മാതാവാണ്. അങ്ങനെ പല വിശേഷണങ്ങൾ സജി നന്ദിയാട്ടിനുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ നിരവധി വിശേഷണങ്ങൾ. എന്തായാലും ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ശ്രീ സജി നന്ദിയാട്ടാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. അതിനുശേഷം മലയാള സിനിമയിലും ഒക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടായി. നമ്മൾ അന്ന് സംസാരിച്ച വിഷയത്തിൽ തന്നെ കോടതിയുടെ വിധി വന്നു, അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് ഇപ്പോൾ അറിയേണ്ടത് ഈ അമ്മ സംഘടനയെക്കുറിച്ച് ഒരുപാട് അഭിമാനമുണ്ടായിരുന്ന ഒരു സംഘടനയാണ്. 1994 മറ്റും അല്ലേ. അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം മലയാളികളുടെ എല്ലാം അഭിമാനമായിരുന്ന ഒരു സംഘടന തകർന്ന് തരിപ്പണമായി ചീട്ടുകൊട്ടാരം പോലെ വീഴുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് സജിട്ട് ഇതിൻ്റെ ഒരു പിന്നിലുള്ള ആർക്കെങ്കിലും ഒരു പ്രത്യേക അജണ്ടയുണ്ടോ, അതോ മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു നിഗമനത്തിൽ? അല്ല, അമ്മ സംഘടനയുടെ വ്യക്തിപരമായി ചിലരുടെ സ്വാർത്ഥതയാണ് അതിൻ്റെ തകർച്ചയ്ക്ക് കാരണം. ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, അമ്മ യാദവ കുലം പോലെ ഇല്ലാതാവുന്നു. അപ്പോൾ എനിക്ക് അമ്മ എന്ന സംഘടന ഇല്ലാതാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടെ ഒരു ഭൂരിപക്ഷ ആൾക്കാർക്ക് കുറച്ച് ചാരിറ്റി കിട്ടുന്നൊരു സംഘടനയാണ്. മാത്രമല്ല, ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്കൊരു ആർട്ടിസ്റ്റുമായിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ ചർച്ച ചെയ്യാനൊരു വേദി വേണം. അപ്പോൾ ഒരു അസോസിയേഷൻ സാധാരണ ഒന്നും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ട്രബിൾസ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ വന്ന് മേശപ്പുറത്തിരുന്ന് സംസാരിച്ച് തീർക്കാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് അമ്മ സംഘടന നശിക്കണം ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം അമ്മ സംഘടന ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. കാരണം ഒരു ലൊക്കേഷൻ ഒരു പ്രോബ്ലം ഉണ്ടായി, അപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടേബിളിൽ സംസാരിക്കാൻ പറ്റും. അങ്ങനെയാണ് നൂറുകണക്കിന് പ്രശ്നങ്ങൾ, ഒരു വർഷം നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ടെക്നിക്കൽ സൈഡിൽ നിന്നുണ്ടായാൽ ഫെഫ്ക വരും. എന്ന് പറഞ്ഞാൽ അമ്മ സംഘടന നശിക്കാൻ പാടില്ല. പക്ഷേ അമ്മ സംഘടന നശിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സ്വന്തം വീട്ടിലെ അംഗങ്ങൾ നശിക്കണമെന്നാണ്. അതിന് കാരണം സാമ്പത്തികമായ ഒത്തിരി അഴിമതിയോടെ നടന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അത് വെളിയിൽ വരരുത്. അല്ല, ഈ സാമ്പത്തിക അഴിമതി നടത്തിയത് ഈ 94 ശേഷമുള്ള, അതായത് ഈ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണല്ലോ പുതിയ ഭരണസമിതി നിലവിൽ വന്നത്. അതിനു മുമ്പുള്ള ഭരണസമിതിയാണോ ഈ ഒരു സാമ്പത്തിക ഉത്തരവാദി? അല്ല, സാമ്പത്തികമായ അവിടെ ഒരു എന്താ പറയുക, കണക്കുകൾ കറക്റ്റല്ല എന്നൊരു പൊതുധാരണ അവിടെ ഉണ്ടായിട്ടുണ്ട് അംഗങ്ങൾക്കിടയിൽ. ഞാനിപ്പം ഞങ്ങളുടെ സംഘടനയുടെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ചോദിക്കുകയും പറയുകയും ചെയ്യാം. 2, ഇതിനകത്തുള്ളത് അധികാര തർക്കമുണ്ട്. പിന്നെ 519 അംഗങ്ങളുള്ള സംഘടന, അവിടെ എന്ത് നടന്നാലും മലയാളിക്കൊരു പ്രശ്നമില്ല, മലയാളിയെ ബാധിക്കുന്നില്ല. റേഷൻ കട അരിയുടെ വില കൂടിയോ, മഞ്ഞേരി വന്നോ പച്ചേരി വന്നോ മണ്ണെണ്ണ വന്നോ ജനത്തിന് പ്രശ്നമുള്ളൂ. പെട്രോളിന് വില കൂടിയോ കുറഞ്ഞോ എന്നതിനെക്കുറിച്ച് മാത്രമേ ജനത്തിന് ബോധറിങ് ഉള്ളൂ. അമ്മ സംഘടനയിൽ എന്ത് സംഭവിച്ചാലും പൊതുസമൂഹത്തിന് ഒരു ചുക്കുമില്ല. പൊതുസമൂഹത്തിന് യാതൊരു അക്കൗണ്ടബിലിറ്റി അമ്മ സംഘടനയോടില്ല. പക്ഷെ മറിച്ച് സംഘടനയ്ക്കുണ്ട്. ആരോട്? പൊതുസമൂഹത്തോട്. അല്ലെ, പൊതുസമൂഹം പടം കണ്ടില്ലെങ്കിൽ നഷ്ടം ഞങ്ങൾക്കാണേലും ഇവരുടെ സ്റ്റാർഡം ഉണ്ടാക്കി കൊടുത്ത് ഇവരെ എന്താ പറയുന്ന ഒരു സ്റ്റാറാക്കിയത് പൊതുസമൂഹമാണ്. അപ്പൊ പൊതുസമൂഹത്തെ അവർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആർക്കാ? ഈ താരങ്ങൾക്ക്. പക്ഷേ താരസംഘടന എല്ലാവരും അല്ല, ഒരു 10 പേരെ അവിടുന്ന് പുറത്താക്കിയ ഈ സംഘടന സ്മൂത്താ. ഈ 10 പേരെന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? 10 പേര് അവിടെ ഉണ്ട്. അത് പുരുഷന്മാരാണോ സ്ത്രീകളാണോ? അല്ല, സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 10 പേരും പ്രധാനമായും വില്ലൻ വേഷം ചെയ്യുന്നവരാ ഈ സിനിമയ്ക്കകത്തൊക്കെ. ബാബുരാജൊക്കെ എങ്ങനെയാണോ? എനിക്ക് അതേ പറഞ്ഞത്, ഞാൻ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഈ 10 പേരെ അവിടുന്ന് പുറത്താക്കിയാൽ അമ്മ സംഘടന പ്രശ്നം തീരും. 519 509 വരെ ഹാപ്പി ആയിരിക്കും. ഈ ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് സ്ത്രീകൾ തമ്മിൽ. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഏതൊരു വ്യക്തിയുടെ പിറകിൽ ഉയർച്ചയ്ക്ക് മുന്നിൽ സ്ത്രീയുണ്ട്,
താഴ്ചയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയും. പക്ഷെ ഭൂരിപക്ഷവും താഴ്ചയ്ക്ക് പിന്നിലാണ്. അപ്പം വഞ്ചന എന്ന് പറയുന്നത് ഇന്നത്തെ സ്ഥായിയായ ഒരു ഭാവമായി മാറി. വഞ്ചിക്കുന്ന സ്ത്രീകളാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ നോക്കിയാൽ, എല്ലാവരെയും അല്ല നമ്മൾ പറയുന്നത്. പൊതുസമൂഹത്തിൽ വഞ്ചന എന്ന് പറയുന്നത് ഇന്ന് എത്തിക്സ് ഇല്ല. നമ്മുടെ സമൂഹത്തിൽ ഒരു സത്യസന്ധതയില്ല. വന്ന വഴി മറക്കുന്നവരാ. അല്ല, സ്ത്രീകൾ ഉൾപ്പെടെയാണ് പറഞ്ഞത്. അപ്പോൾ പണ്ട് ആണുങ്ങളായിരുന്നു, ഇപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ. ഇതിനകത്ത് സ്ത്രീകളെ മുന്നിൽ നിർത്തി ഇത് ചരട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ഈ അമ്മയിലെ വില്ലന്മാരാ. ഈ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെ അങ്ങനെയുള്ള അവിടുത്തെ കുഞ്ചാക്കോ അവരൊക്കെ വളരെ ഡീസൻ്റ്. അവർക്ക് നിലനിന്ന് പോകണം. മമ്മൂട്ടിക്ക് അമ്മ സംഘടന ഇല്ലെങ്കിൽ അടുത്ത സിനിമയ്ക്കകത്ത് ഡേറ്റ് കിട്ടത്തില്ല. എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക. മോഹൻലാലിന് അമ്മ സംഘടന ഉണ്ടെങ്കിലാണ് ഡേറ്റ് കിട്ടത്തുള്ളൂ. അവര് ഒരു സംഘടന ഇവിടെ ഇരിക്കട്ടെ, ആർട്ടിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മ കൊണ്ടുള്ള ഗുണം അവർ മാത്രം ജീവിച്ചാൽ പോരാ, മറ്റുള്ളവരോട് ജീവിക്കട്ടെ, അവർക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ഓർത്ത് അവർ സ്റ്റാർ ഷോയ്ക്ക് വരാറുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഖത്തറിൽ പോയിരുന്നു. ലാലേട്ടൻ, മമ്മൂക്ക, ഞങ്ങളന്ന് 180 പേരാ ഖത്തറിൽ ടോർച്ച് എന്ന് പറഞ്ഞ ഹോട്ടൽ താമസം. ഒരേ റൂമിലോ അല്ല ഒരേ ഭക്ഷണശാല. ഞങ്ങളൊക്കെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ആ പ്രോഗ്രാം നടന്നില്ല. അപ്പോൾ റിഹേഴ്സൽ ക്യാമ്പിലൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകൾ അനുഭവിച്ചതറിയോ? 5 പൈസ അവർക്ക് റെനുവേഷൻ ഇല്ല. ഈ സംഘടനയുടെ എന്തിനു വേണ്ടിയിട്ടാണ്? സാമ്പത്തിക എക്കണോമിക് വെൽഫെയറിന് വേണ്ടിയിട്ട് അവർ അതിനുവേണ്ടി നിൽക്കുന്നത്. എത്ര ദിവസം അവരൊന്നും അറിയും. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഒരു ബൊഫെ ഒരൊറ്റ ഹോട്ടലാണ് ഞങ്ങളെല്ലാം താമസം. ഞാൻ പറഞ്ഞു വന്നത്, റിഹേഴ്സൽ ക്യാമ്പിലൊക്കെ ഇവർ വന്ന് ചെയ്യുന്നത് ഇവർക്ക് 5 പൈസ കിട്ടിയിട്ടില്ല. മറിച്ച് ഈ സംഘടനയുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു മുതൽക്കൂട്ടിന് വേണ്ടി ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ നിന്ന് കൊടുക്കുകയാണ്. ഇവർ നിന്ന് കൊടുത്തിട്ട് സംഘടന ഇങ്ങനെ, അതുമാണ് പ്രശ്നം. അവിടെ സാമ്പത്തികം എവിടെ കൂടിയോ അവിടെ പ്രശ്നമാണ്. നല്ല സാമ്പത്തികമുണ്ട്. സാമ്പത്തികം കുറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് പരിപാടിയുണ്ട്. എന്നറിയോ? അന്നേരം തന്നെ ചാനലുകാർ എന്ത് ചെയ്യും? അവരുടെ ഷോ വെക്കുക. ഷോയ്ക്ക് 5-6 കോടി രൂപ കിട്ടുന്ന സമയത്ത് ഇവർക്ക് വീണ്ടും ഫണ്ട് വരിക. അപ്പം ഫണ്ട് ഇഷ്ടം പോലെ വരുന്നു. ഇത് തീറ്റിക്കൊത്തുന്നാണ് ഞങ്ങളുടെ നാടെ കോട്ടയത്തൊക്കെ പറഞ്ഞു. നിങ്ങളുടെ നാട്ടിൽ തന്നെ പറഞ്ഞത് എനിക്കറിയാൻ പറ്റില്ല. ഇഷ്ടം പോലെ ഫണ്ട് വരുന്നുണ്ട്. ഇവർക്ക് മമ്മൂട്ടിയോ മോഹൻലാലോ മുഖ്യധാരയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ടവർക്കൊന്നും ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. പക്ഷെ അവരതിനകത്തൊരു അതിന് കാണുന്നത് ഒരു ചാരിറ്റി വർക്കായിട്ടോ ഒരു വോളണ്ടറി വർക്കായിട്ടോ അവരതിനെ കാണുന്നത്. പക്ഷെ ഇവിടെ ഇത്തിക്കണ്ണികൾ കുറച്ചെണ്ണമുണ്ട്. അത് ഈ ഇത്തിക്കണ്ണികളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ അമ്മ സംഘടന ഇനി ഒരിക്കലും ശരിയാകത്തില്ല. ഞാൻ ശപിക്കല്ല. അമ്മ സംഘടന ജോയി മാത്തിനെ പോലെ നല്ല ആൾക്കാർ അതിനകത്തുണ്ട്. അതുപോലെ ജഗദീഷ് ഒരു നല്ല മനുഷ്യനല്ലേ. അതുപോലെ നമ്മുടെ എൻ്റെ അടുത്ത എന്നെ എന്നും വിളിക്കുന്ന ഒരാളാണ് നമ്മുടെ രവീന്ദ്രൻ, നടൻ രവീന്ദ്രൻ. എൻ്റെ അടുത്ത പടത്തിൽ അദ്ദേഹം പ്രധാന വേഷം ചെയ്യുന്നുണ്ട്, ഫാൻ ഓഫ് 5 എന്ന സിനിമയിൽ. അപ്പം നമ്മുടെ ഒരു വാഴ ടൈപ്പ് പോലത്തെ ഒരു നല്ല അടിപൊളി ഒരു സ്ഫോടം എൻ്റെ വരാൻ പോണേ. അതിന് പ്രധാന വേഷമാണ് ജോർജ് ഏട്ടൻ. ഇപ്പോൾ പുള്ളിക്കാരുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പുള്ളിയുടെ കഴിഞ്ഞ ദിവസം ഒരു പത്രപ്രസംഗം ഞങ്ങൾ എന്ത് മനോഹരമായി പുള്ളി കറക്റ്റായിട്ട് പുള്ളിക്കാരി പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള താത്വികമായി ചിന്തിക്കുന്ന ആൾക്കാർ, നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് അമ്മ സംഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവർ ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷെ അവരാരും മുന്നോട്ട് വരുന്നില്ല. അത് മാത്രമല്ല, ഈ ചിലർ ആ സ്ഥാനത്ത് തന്നെ തുടരും. ഞങ്ങളില്ലാതെ ഈ സംഘടന മുന്നോട്ട് പോകണ്ട എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ചിലർ കാണിക്കുന്നില്ലേ? അല്ല, അതാ പറയുന്നുണ്ട്. എനിക്ക് ശേഷം പ്രളയം, അതായത് പഴയ കെ കരുണാകരൻ പറഞ്ഞ വാചകം, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഞങ്ങളില്ല, ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു വെറുതെയാ. അത് ഒരുതരം ഒരുതരം കുലുക്കിപ്പക്ഷിയുണ്ട്. ഇപ്പം ഞാനില്ലേ മലയാള സിനിമയില്ലേ, ഞാനില്ലേ കാലം മുന്നോട്ട് ഇത് എത്രയോ വെള്ളം ഇതിൽ ഒഴുകിപ്പോയിരിക്കുന്നു. ഇതിൽ നിന്നൊരു 10 പേരെ വെളിവിടാമെങ്കിൽ തീരുന്ന പ്രശ്നം അമ്മയിലുള്ളൂ. ഈ സ്ത്രീകളെ തമ്മിൽ പരസ്പരം അടുപ്പിക്കുന്നവരാണ്. ഇപ്പം ശ്വേതാമേനോൻ രാജിവെച്ചു. മലയാള മനോരമ ചാനലിൽ ഞാൻ പറഞ്ഞു ഈ അഡ്കോട്ട് കമ്മിറ്റിക്ക് സാധ്യതയില്ലെന്ന്. എന്നോട് അന്നത്തെ ആങ്കർ, കാരണം ഇവരുടെ ബൈലോ എനിക്കറിയാം. ഈ ബൈലോ, ഞാൻ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി ആയിരുന്നാണ്. 21 വർഷമായി സംഘടന രംഗത്ത് പ്രൊഡ്യൂസറും ചേംബറിലൊക്കെ ഡിസ്ട്രിബ്യൂട്ടറിലൊക്കെ സംഘടന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്നിൽ പരസ്പരം ഇവരുടെ ബൈലോ എനിക്കറിയാം. അന്ന് ഇവർ അഡ്കോട്ട് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അഡ്കോട്ട് കമ്മിറ്റി ഉണ്ടാക്കുന്നത് പ്രായോഗികമല്ല. ഇനി അഥവാ ഷെയറോ രാജി വെച്ചാൽ വൈസ് പ്രസിഡന്റ് മാത്രമേ പ്രസിഡന്റ് ആകാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം, എക്സിക്യൂട്ടീവ് ഒരാളെ വൈസ് പ്രസിഡന്റ് ആക്കണം. അങ്ങനെയാണ് ബൈലോ പോകണം. ഞങ്ങളെല്ലാം ബൈലോ ഏകദേശം ഒന്നാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ശ്വേതാമേനോൻ രാജിവെച്ചെന്ന് വൈകാരികമായി പറഞ്ഞതാണ്. പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, പുറകിൽ ആൾക്കാർ അടുത്ത ബുദ്ധി പറഞ്ഞു കൊടുത്തു രാജിവെക്കണ്ട. അപ്പോൾ നമ്മുടെ പിഷാരടി വന്ന് കാര്യങ്ങളൊക്കെ, പിഷാരടിക്ക് വളരെ മോശമായ ഒരു അവസ്ഥയുണ്ടായി. പിഷാരടിയോട് ജനത്തിനൊരു നല്ല ഒരു ഇമേജ് ഉണ്ടായിരുന്നു. പിഷാരടി അതിട്ട് കളഞ്ഞു. പിഷാരടിയുടെ ആ ശ്വേതാമേനോനുള്ള സംഭാഷണം ഒട്ടും ശരിയായില്ല. ഞാൻ പിഷാരടിയായിട്ട് വളരെ ബന്ധമുള്ളതാണ്. പിഷാരടി ശ്വേതാമേനോനുമായി സംസാരിച്ച് ഞാൻ തുറന്നു പറയല്ലേ, ശ്വേതാമേനോട് സംസാരിച്ച പൊതുസമൂഹം കൊണ്ട് പിഷാരടിയുടെ ഇമേജിനെ അത് ബാധിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം ഏതോ ഒരു മണ്ടൻ ചോദിക്കുന്നുണ്ട് ചേതാമനം എന്തിനാ അത് പുറത്ത് വിട്ടെന്ന്. അപ്പോൾ പുള്ളിക്ക് പിഷാരടിക്ക് അത് പറയാം, ചേതാമനം പുറത്ത് വിട്ടതാണോ കുഴപ്പം? അതെ, അത് ശരിയല്ല. ചേതാമനം പുറത്ത് വിട്ടത് ശരിയോ തെറ്റോ എന്നുള്ളത് അവർ പറയട്ടെ. പിഷാരയുടെ ഇമേജിനെ ഭയങ്കരമായിട്ട് കാലത്തിൽ ബാധിച്ചു ഈ സംഭവം. പിഷാരയുടെ നല്ല ഇമേജ് നിന്നാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ അമ്മ സംഘടന രക്ഷിക്കാൻ സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും പറ്റില്ല ഇനി. കാരണം അറിയാം, അതുപോലെ ഇവർ അകന്നുപോയി. ഇനി ഒരിക്കലും ഇനി അഥവാ ഇനി ഇവരടുത്ത് എല്ലാവരും തീർന്നാലും അധികം നാൾ നിൽക്കത്തില്ല. അതുപോലെ മാനസികമായും നല്ല പരുക്ക് എല്ലാവർക്കും ഉണ്ട്. വൈരാഗ്യത്തിൽ നിൽക്കുകയാണ്. പഴയ പോലെ ഒരു സംഘടനാ പ്രശ്നം മാത്രമായിട്ട് അതിനെ കാണണ്ട. ഞാൻ ചോദിക്കുന്നത് ഈ സംഘടന നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം നിലനിൽക്കത്തില്ല. ഈ പഴയ ഇടവേള ബാബു അതുപോലെയുള്ള ആൾക്കാർ തിരികെ മടങ്ങി ഈ സംഘടനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാവില്ലേ? ഇല്ല, ഇതിനകത്ത് ഇനി ഉണ്ടാവും തോന്നുന്നില്ല. കാരണം ഇടവേള ബാബുവിനെ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. പണ്ട് സർപ്പത്തിൻ്റെ കൂടെ ഒരാൾ ഈ പാമ്പിൻ്റെ കൂടെ വേലായുധൻ, പഴയ കാലത്ത് നമ്മുടെയൊക്കെ അന്ന് നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, വേലായുധൻ സർപ്പത്തിൻ്റെ കൂടെ കിടക്കുന്നത് കണ്ണാടിക്കുട്ടി. ആ പാമ്പ് വേലായുധന് ഈടെ ഞാൻ ചോദിച്ചു എവിടെ പോവാന്ന് പറഞ്ഞു. ഇടവേള ബാബുവിന് വീട്ടിൽ പോവാന്ന്. ഞാൻ ഒന്ന് ശിക്ഷപ്പെടാനാന്ന് പറഞ്ഞു. ഇത്രയും വലിയ ആൾക്കാരെ ഇത്രയും നാൾ കൊണ്ട് നടന്ന ഇടവേള ബാബുവിനെ ഞാൻ ഇടവേള ബാബുവിനെ സമ്മതിച്ചു. കാരണം സംഘടനാ പുറത്ത് നമുക്കൊക്കെ അറിയാം. ഇടവേള ബാബുവിനെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുക. കാര്യം എന്നാ പറയാനും പുള്ളി സൂപ്പറായിട്ട് അതുകൊണ്ട് നടന്നില്ലേ. പിന്നെ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾ വന്നപ്പോൾ ആണുങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ ഒരാൾ ഒന്ന് തിരി പറഞ്ഞു കൊടുക്കുമ്പം അവൻ കുറച്ചുകൂടെ ചിന്തിക്കും. സ്ത്രീകൾ പാവങ്ങൾ എടുത്ത് ചാടി കൂട്ടയടിയായിട്ട് ഇപ്പം പിന്നെ ഇത് കപ്പൽ മുങ്ങി. ഇനി ഈ കപ്പൽ ഇത് അമ്മ ടോട്ടൽ ലോസ് ആയെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അമ്മ ടോട്ടൽ ലോസ് ഇരിക്കാനേ പറ്റൂ. ഞാൻ ഉദ്ദേശിച്ചത് വാഹനങ്ങളൊക്കെ ടോട്ടൽ ലോസ് ആകുമ്പോൾ തൂക്കിയിരിക്കുന്നതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഈ അമ്മയുടെ ഒരു തകർച്ച തുടങ്ങുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നേതൃമാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലരും വാളെടുത്തിരുന്നു. അതായത് അമ്മ സംഘടനയെ ഹൈജാക്ക് ചെയ്യാനുള്ള ചിലരുടെ ശ്രമത്തിൻ്റെ ആദ്യ ഭാഗമാണ് അതെന്ന് കരുതാമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പരാമർശങ്ങളുണ്ട്. അതിനകത്ത് ചില പേജുകൾ ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല. വിവരാവകാശം അനുസരിച്ച് പല പേജുകളും വെളിയിൽ വന്നിട്ടില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹത്തിൽ മ്ലേച്ഛമായ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാതിരിക്കാൻ സ്ത്രീകളെ അങ്ങ് തലപ്പത്ത് വെച്ചതാണ്. ആ സമയത്ത് അഴിവാഷിക്കെന്ന് പറയുന്നത് സ്ത്രീകളെയല്ല ഇതിൻ്റെ ഭരണത്തിൻ്റെ മുഖ്യധാരെ കൊണ്ടുവന്ന് ഇതൊരു പോളിഷ് ചെയ്ത് വിട്ടതാണ്. അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അധികാരം പലർക്കും നഷ്ടപ്പെട്ടു. അവിടെ ഇത്തിക്കണ്ണി രാവിലെ വന്ന് വൈകിട്ട് വരെ അവിടെ ഇരിക്കുമായിരുന്നു. അവർക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട്, സഭയിൽ സ്ഥാനവും അങ്ങാടിയിൽ വന്നനവും കിട്ടുന്ന പരിപാടി ഇത്. കാരണം അമ്മ സംഘടന ആർട്ടിസ്റ്റുകളുടെ സംഘടനയാണ്. അപ്പോൾ സഭയിൽ സ്ഥാനവും അങ്ങാടിയിൽ ബഹുമാനം കിട്ടുന്ന ഇത് ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ? വേണ്ടെന്ന് വെക്കത്തില്ല. അപ്പോൾ ഇവർക്ക് അധികാരം പോയപ്പോൾ മീനെ പിടിച്ച് വെള്ളത്തിൽ നിന്നും കരയിലിട്ട അവസ്ഥയാണ്. അപ്പോൾ ഇതെങ്ങനെയും താഴെ ഇറക്കാൻ വേണ്ടി ചിലർ നടത്തിയ നാടകമാണ് ഈ പൊറോട്ട നാടകത്തിൽ. ചിലർ കഥ അറിയാതെ വീട് കൊടുത്തു പാവം പെണ്ണുങ്ങൾ. ഒരു പെണ്ണിന് പാരയാണ്. മാർഗരറ്റ് താച്ചറോടെ വേറൊരു പെണ്ണില്ലാത്തതുകൊണ്ടാണ്. ഇന്ദിരാഗാന്ധി ആയത് ഇന്ദിരാഗാന്ധിയുടെ വേറൊരു പെണ്ണില്ലാഞ്ഞുകൊണ്ടാണ്. വേറൊരു കാര്യം പറയട്ടെ, ജയലളിതയുടെ പതനത്തിന് വേറൊരു പെണ്ണ് കാരണമാണെന്ന് പറയപ്പെടുന്നു. അതെ, ശരിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇതിനകത്ത് ഇവരെ തമ്മിൽ അടുപ്പിച്ചു. ഇവർ കുറച്ചുകൂടെ ബുദ്ധിപരമായി ഇവർ നീങ്ങിയിരുന്നെങ്കിൽ ഈ സംഘടന തകരത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് തിരിച്ചു വന്നപ്പം നല്ല ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ ഇത് കേസ് കോടതിയിലാവുന്നു, FIR ഇടുന്നു, പരസ്പരം അങ്ങനെയുള്ള ചെളിവാരി എറിഞ്ഞുകൊണ്ട് ഈ സംഘടന പൊതുമധ്യത്തിൽ തുണി ഉരുങ്ങി നിൽക്കുകയാണ്. ഈ സംഘടന ഇനി ആരൊക്കെ തുണി ഉടുപ്പിച്ചാലും ശരിയാകുക. കണ്ടത് ആൾക്കാർ കണ്ടു. മുഴുവൻ മൊത്തം ഈ സംഘടന നഗ്നത മുഴുവൻ ആൾക്കാർ കണ്ട് അന്തന്മാർ ഇവരെ കണ്ടു കഴിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്ന് തന്നെ ഉയർന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതായത് അൻസിബ വന്നിട്ട് പറയുന്നത് ജിഹാദി എന്ന് വിളിച്ചതാണ്. അതും ടിനിട്ടോ ഞാൻ ചോദിച്ചോട്ടെ, സൈനുദ്ദീൻ, അബി ഉൾപ്പെടെയുള്ള മുസ്ലിം അന്ന് അത്തരം മുസ്ലിം സമുദായത്തിലുള്ളവരോടൊപ്പം വളർന്നു വന്നയാളാണ്. അതുകൊണ്ട് തന്നെ ടിനിട്ടോം ഒരിക്കലും അങ്ങനെ പറയുമെന്ന് എനിക്ക് പരിചയമില്ലെങ്കിൽ പോലും ആർക്കും കരുതാൻ കഴിയില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് കേസിൻ്റെ അല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്നാലും നമുക്ക് പൊതുവായിട്ട് നമുക്കൊരു കാര്യം പറഞ്ഞാൽ അത് ഈ ടിനിറ്റോമിനേറ്റ് കേസിൻ്റെ ബലത്തിന് വേണ്ടി പറഞ്ഞതാണോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. ഞാൻ പച്ചക്കല്ലേ പറയുന്നത്. അൻസിബയുടെ ഭാഗത്ത് ശരിയോ തെറ്റോ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അൻസിബ പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. ആ ജനറൽ ബോഡിയിൽ അവരുടെ വൈകാരികമായ മൂവ്മെൻ്റാണ് അവിടെ രാജിക്ക് കാരണമായത്. ഞാൻ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സാണല്ലോ എനിക്ക് അവരെ അറിയാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നവർ. നമ്മൾ പരസ്പരം സംസാരിക്കാറുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ട്രഷറർ ഉണ്ണി ശിവാലും ഞാനൊക്കെ ഉണ്ണി അത് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്. ഞാൻ ഒരാഴ്ച ഒരിക്കലും അവനെന്നെ വിളിക്കും. അവൻ UK ഭൂരിപക്ഷം. ഞങ്ങൾ തമ്മിൽ ഒത്തിരി നല്ല ബന്ധമാണ്. പക്ഷെ ഉണ്ണി ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. ഉണ്ണി ഇതിന് മുമ്പുണ്ടായിരുന്നു, അമ്മയിലുണ്ടായി ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയൊക്കെ ഇതിനകത്ത് വന്നിട്ട് ഉണ്ണിയുടെ ഭാഗത്ത് അങ്ങനെ എനിക്ക് പേഴ്സണലി ഉണ്ണി അറിയാമെന്നാണ് പറഞ്ഞാൽ ഉണ്ണി ഒരു ലോജിക്കുള്ള ജെനുവൻ പേഴ്സണാണ്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു ആർക്കെങ്കിലും വേണ്ടി ഇതിനകത്തൊരു ഒത്തിരി ഉള്ളുകളികൾ കിടപ്പുണ്ട്. ഇതിനകത്ത് ഒത്തിരി പുകമറകളുണ്ട്. ഇതിൽ അടിസ്ഥാന സാമ്പത്തികമാണ്. 2 ഇവരുടെ എന്താ പറയുക ഇവരുടെ സ്ഥാനമാനം. ഇപ്പം അമ്മയുടെ ഒരു ഭാരവാഹിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം വേറെ എവിടെ കിട്ടും? ഒരിടത്തില്ല. ഇല്ല. പിന്നെ അമ്മയുടെ ഫണ്ടിനകത്ത് തിരിമറികൾ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ വെളി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂട്ടി അടുപ്പിച്ചെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ പിണറായി വിജയനും ഗോവിന്ദനും മാറാതിരിക്കുന്നത് പോലെ നമുക്കതറിയാൻ പറ്റില്ല. ഇതിനകത്ത് എന്തൊക്കെയോ സംതിങ് ഈസ് ബിഹൈൻഡ് ദ കർട്ടൻ അല്ലേ, എന്തോ എവിടെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. പിന്നെ അമ്മ ഇനിയും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ പാച്ചവർക്ക് നടത്തിയാൽ ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കുന്ന പറഞ്ഞാൽ അമ്മ ഒരിക്കലും ശരിയാക്കും. എനിക്ക് സംശയം തോന്നുന്നു ഈ അൻസിബയ്ക്ക് ഒരു പ്രത്യേക പിടിവാശി ഉള്ളതുപോലെ അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് പോലെ തോന്നുന്നു. അതിന്റെ കാരണം അവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ പോലീസ് നടപടിയെടുത്തില്ല. അവർ പറയും, ഇപ്പം ഞാൻ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, സഹിച്ചേട്ടൻ പോകുന്നു. ഈ പോകുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ പരാതി എടുക്കാൻ പോലീസിന് നമ്മൾക്ക് പറയാൻ കഴിയും? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അവരത് പറയുന്നു. ഒരു കേസെടുക്കുന്നത് മെറിറ്റ് ഓൺ മെറിറ്റ് ആണ്, അല്ല ചുമ്മാ എന്ന് വെച്ചാൽ. തീർച്ചയായും ഒരു ഒരു സെലിബ്രിറ്റിയാണ്. അതുപോലെ ഒരു സെലിബ്രിറ്റി ഒരു കേസ് കൊടുക്കുമ്പോൾ അതിൽ കഴമ്പുണ്ടെങ്കിലും കേസ് എടുക്കാതിരുന്നാൽ അത് അവരെ ബാധിക്കുമെന്ന ഉദ്യോഗസ്ഥർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കഴമ്പില്ലാതെ കേസ് എടുത്തു കഴിഞ്ഞാൽ മറുഭാഗത്തുള്ളവർ കോടതിയെ സമീപിച്ചാൽ ഈ ഉദ്യോഗസ്ഥന് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം. പക്ഷേ അൻസിബയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ടോ? അല്ല, അൻസിബയുടെ ഭാഗം പൂർണ്ണമായും തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം അൻസിബയുടെ ഭാഗത്ത് എവിടെയൊക്കെയോ ശരികളുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അൻസിബ ജിഹാദി എന്ന് വിളിച്ച് പറയുന്നത് ചിലപ്പം കേസിന് കുറച്ചുകൂടെ ഗ്രാവിറ്റി കിട്ടാൻ വേണ്ടി പറഞ്ഞായിരിക്കാം. നമുക്കറിയാമല്ലോ, ഒരു കേസ് കൊടുക്കുന്ന സമയത്ത് ഞാനായാലും നമ്മൾ ഒരുമിച്ച് ഒരു കേസ് പോകുമ്പോൾ കേസിന് കുറച്ച് എരിവ് കൂട്ടാൻ വേണ്ടി ചില കാര്യം കൂട്ടിച്ചേർക്കാറുണ്ട്. തീർച്ചയായും എന്ന് പറഞ്ഞാൽ ആവാം. അൻസിബയുടെ ഭാഗത്ത് അന്യായമാണെന്ന് ഞാൻ കരുതുന്നില്ല. അൻസിബയുടെ ഭാഗത്ത് എന്തൊക്കെയോ ന്യായങ്ങളുണ്ട്. അത് അവിടുത്തെ ജനറൽ ബോഡിക്ക് മനസ്സിലായതുകൊണ്ടാണ് രാജി വന്നത്. ഈ മമ്മൂട്ടി മോഹൻലാൽ ഇതിൽ ഇടപെടുന്ന പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ധർമ്മജൻ നമ്മുടെ ഈ പറഞ്ഞ പിഷാരടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ ഒരു ഇതിൽ മമ്മൂട്ടി മോഹൻലാൽ ഉടനെ ഇടപെടത്തില്ല. കാരണം അറിയാം, അവർക്ക് മനസ്സിലായി നന്നാകുകയല്ലെന്ന്. എന്നെ തല്ലുണ്ടാവാൻ നന്നാകുകയെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ ഉള്ളിൽ ഇപ്പം എന്താണ് വൈ ഷുഡ് ഡൈ. ആ സ്ത്രീകളെ ചാവേറുകളാക്കി. ഇതിന്റെ പുറകിൽ കുറച്ച് നിൽപ്പുണ്ട്. അത് അവരാണ് ഈ വില്ലന്മാർ. ആ വില്ലന്മാരുടെ ഓപ്പറേഷനാണ് ഈ അമ്മ തകർത്തത്. അപ്പോൾ ഈ ശ്വേത മേനോൻ BJP-യിൽ നിന്ന് പണം വാങ്ങി എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ, അത് ശരിയാണ്? എനിക്ക് അങ്ങനെ ശ്വേതാമേനോൻ BJP പണം കൊണ്ട് BJP-ന് അത്ര ശ്വേതാമേനോൻ നിരൂപിച്ചാൽ ഇവിടെ എന്തുകൊണ്ട് ഒന്നും നടക്കും. ഡയറക്റ്റ് അങ്ങ് പോയാൽ പോരെ. അതൊക്കെ ചുമ്മാ ഓരോ അതെന്നറിയോ. ഇപ്പൊ അമ്മയിൽ 3 ഗ്രൂപ്പാണ്. സാധാരണ എല്ലായിടത്തും 2 ഗ്രൂപ്പാണ്. ഏതാ അമ്മയിൽ നിങ്ങൾക്കറിയോ സുമേഷേ? 3 ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഉപഗ്രൂപ്പും ഉണ്ട്. ആർക്കും ആരോടും അവിടെ എന്തില്ല, ഒബ്ലിഗേഷൻസ് ഇല്ല. ആർക്കും ആരോടും ഒരു കൂട്ടുത്തരവാദിത്വം ഇല്ല. എൻ്റെ കാര്യം സ്വന്തം കാര്യം സിന്ദാബാദ്. അതിനുവേണ്ടി കുറച്ച് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട് അവിടെ. ഇവരെന്നിട്ട് പുറകെ കൂടെ ടോർപ്പള വെക്കും. ഞാൻ പറഞ്ഞുതരാം. രാഷ്ട്രീയക്കാർ ഇവരുടെ മുമ്പിൽ കാണിച്ചു. രാഷ്ട്രീയത്തിൻ്റെ തന്ത്രത്തേക്കാൾ കുതന്ത്രങ്ങൾ മെനയുന്നവരുണ്ട് അതിനകത്ത്. ഇതെല്ലാം കൂടെ കൂട്ടയടിയാണ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, യാദവ കുലം പോലെയായി. ശ്രീ മമ്മൂട്ടി അല്ല മോഹൻ സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന അത്ഭുതം കാണിച്ചാലും ഈ അമ്മ സംഘടന ഇനി ശരിയാവില്ല. സത്യം പറഞ്ഞാൽ ഇത് പിരിച്ചുവിടാൻ പറ്റില്ല. പിരിച്ചു വിടാൻ തന്നെ അതിലെ ഫണ്ടും കാര്യങ്ങളൊക്കെ മറ്റൊരു സംഘടനയ്ക്ക് കൈമാറണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഏറ്റെടുക്കും. ഇവർക്ക് തന്നെ വേണമെങ്കിൽ ഈ സംഘടന ഇനിയിപ്പം എത്ര മുന്നോട്ട് പോയാലും കൂട്ടയടിയായിരിക്കും. ഈ സംഘടന ഇനി ഒരിക്കലും സമാധാനം അവിടെ ഉണ്ടാവില്ല. അതിനും ഭേദം ഡൈവേഴ്സാ. അതെ, ഡൈവേഴ്സാ ഞാൻ പറയുന്ന സാധനമുണ്ടോ. അതുകൊണ്ട് അമ്മ സംഘടന ഞാൻ പറഞ്ഞില്ല, മാനസികമായും ഇതിനകത്തുള്ളത് എന്താ പറയുക, നമുക്കെല്ലാം മാനസികമായ പ്രശ്നമുള്ളവരല്ലേ. സ്വന്തമായ എത്രയോ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ നമുക്കുണ്ട് ഇല്ലേ, സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. ആ സ്വകാര്യ ദുഃഖങ്ങളും ഇതും തമ്മിൽ രണ്ടായിട്ട് കാണണ്ടേ. ഇവരുടെ ഈ കലാകാരന്മാരുടെ പരിപാടി ഇവരുടെ വൈകാരികമായ കുറച്ച് തീരുമാനമുണ്ട്. പെട്ടെന്ന് വൈകാരിക വികാരം കൊള്ളുന്നവരാ. ഇവർക്ക് യാതൊരു ബുദ്ധിയില്ല. ബുദ്ധിയുള്ളൊരു വളരെ കുറവായതിനകത്ത്. അത് ഞാൻ വെറുതെ പറഞ്ഞല്ല, കാരണം ഒരു കലാകാരന്മാരല്ലേ. മനസ്സിലായില്ലേ. നമ്മളെ പോലെ ഇപ്പം നമുക്കൊക്കെ ആണെങ്കിൽ രണ്ട് പ്രൊഫഷണൽ. ഇപ്പം ഞാൻ ഇന്റർവ്യൂ പങ്കെടുക്കുന്നു, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളാണ്. ഈ ഇന്റർവ്യൂ ഞാൻ എൻ്റെ കാര്യങ്ങൾ കൃത്യമായി പറയുന്നതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നതുകൊണ്ടാണ് ഞാനിതിനെ പ്രൊഫഷണലായിട്ട് കാണുക. സോഷ്യൽ വർക്കിൻ്റെ ഭാഗമാണ്.
എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഒത്തിരി വിഷമങ്ങളുള്ള ആളായിരിക്കും, ഒത്തിരി പ്രയാസങ്ങളുള്ള ആളായിരിക്കും, എനിക്ക് ഒത്തിരി സ്വകാര്യ ദുഃഖമുള്ള ആളായിരിക്കും. പക്ഷെ അത് ഞാൻ ഇവിടെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. മൂന്നിനെ മൂന്നായി ഇവർക്കത് അറിയത്തില്ല. കലാകാരന്മാരുടെ പ്രശ്നം അറിയാം. കലാകാരന്മാർ എല്ലാത്തിനെയും വൈകാരികമായി കാണുകയും പെട്ടെന്ന് പ്രതികരിക്കുകയും യാതൊരു ബുദ്ധി ഇതിനകത്തില്ല. ബുദ്ധി എന്ന് പറയുന്ന സംഭവം വഴിയേ പോയിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നെ ആകെ ഉള്ളത് അവിടെ എന്താ, അവിടെ ഞങ്ങൾക്ക് പിടിച്ചടക്കണം, ഞങ്ങൾ എന്തോ സംതിങ് ആണ്. ഇതിന്റെ പ്രധാന പ്രശ്നം അമ്മ എന്ന സംഘടന ആർട്ടിസ്റ്റുകളുടെ സംഘടനയാണ്. വേറെ ഏതെങ്കിലും സംഘടനയാണ് ആരും മൈൻഡ് ചെയ്യോ? പത്രത്തിൽ ഒരു അക്ഷരം പോലും വരത്തില്ല. മനസ്സിലായില്ലേ? ഈ ലക്ഷ്മി പ്രിയയുടെ ഒരു പങ്ക് അങ്ങനെ ലക്ഷ്മി പ്രിയക്ക് അത്രയ്ക്ക് ഒരു ഹോൾഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? വെറും തറയായിപ്പോ ഉള്ള കാര്യം പറയാം. അമ്മ സംഘടനയിലെ സ്ത്രീകളെ ഒരു കുടുംബത്തിൽ പിറന്നവരാണ് കാണിക്കുന്ന പണിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പരസ്പരം വലിച്ചെറിയുന്നത് എന്തെയാണ്? മാലിന്യമാണോ? അല്ല, അമേധ്യ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാലിന്യമാണ് സഹിക്കാം. എന്തൊരു ഞാൻ ചോദിക്കട്ടെ, ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരല്ലേ? ഇവരുടെ കഥാപാത്രങ്ങളോടെയാണ് ഇഷ്ടപ്പെട്ടത്. ആ ഇഷ്ടപ്പെട്ടപ്പോൾ ഇവരൊക്കെ എത്ര നല്ല തറവാടികളും കുടുംബിനികളുമായിട്ടൊക്കെ ഓരോ സീൻ അഭിനയിക്കുന്നത്. ഇവരുടെ വായിലിരിക്കുന്ന വർത്തമാനങ്ങളൊക്കെ പുറസം എന്തൊരു ഞാൻ ചോദിക്കുന്നത്. നമ്മൾ പഴയ കാലത്ത് പറയുന്നത്, ഞാൻ കോളേജിൽ പോലും പറയത്തില്ല. ചന്തയിലൊക്കെ ഇപ്പോൾ നല്ല ഓക്സ്ഫോർഡ് ഇംഗ്ലീഷാണ് പറയുന്നത്. ചന്തയിലൊക്കെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷാണ് പറയുന്നത്. ഇവരൊക്കെ ഇത്രമാത്രം അതമ്പരിച്ചൊരു സമൂഹം. കാരണം ഇപ്പം എന്നോട് എത്ര പേര് ചോദിച്ചറിയോ, ഇവരുടെ തറ നമ്മൾ ഇവരുമായിട്ട് ഭയങ്കര ഞങ്ങളല്ല ഇവരെല്ലാം ഒരേ സംഘടനയാണ്. മനസ്സിലായില്ലേ? ഇത്രമാത്രം അതപ്പത്തിന് ഒരു സംഘടനയ്ക്ക് കേരളത്തിൽ ഈ അടുത്ത നാളിൽ കേരളം ഉണ്ടായ പിന്നെ 1957 കേരളം ഉണ്ടായ പിന്നെ ഇത്രമാത്രം അതപ്പതിച്ച് ജനങ്ങളുടെ മുമ്പിൽ എന്താ പറഞ്ഞത്, ഞാൻ ജൗളിയില്ലാതെ നിൽക്കുന്ന ഒരു സംഘടന ഞാൻ ആദ്യമായിട്ട് കാണുക. തമാശ പറയല്ല. ഇനി ഇത് ഒരിക്കലും എനിക്ക് ഞാൻ അമ്മ സംഘടന ഒരിക്കലും നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ ഞാൻ. എനിക്കെന്താ നേട്ടം നശിച്ച? പക്ഷേ ഇവർ തന്നെ നശിപ്പിച്ചു. അവർക്ക് വേണ്ട പിന്നെ നമുക്കറിയാം. പക്ഷേ അവർക്ക് ഈ സംഘടന വേണ്ട പിന്നെ ആർക്കും നമുക്കാണ് വേണ്ടേ? അതെ, ഇതിൽ ഇത്രയും സാമ്പത്തിക വെട്ടിപ്പുകളൊക്കെ നടന്ന് എന്തെങ്കിലും ഒരു കാര്യമില്ലാതില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പം എങ്ങനെയായിരിക്കും ഇത് പരിഹരിക്കപ്പെടാനും സാധ്യതയില്ല. അപ്പം അമ്മ സംഘടന തകർന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടെ ടോട്ടൽ ലോസാണ് സംഘടന. കാരണം വേറൊന്നുമല്ല, ഈ സംഘടന ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. അല്ല, ഞാൻ വ്യക്തിപരമായിട്ട് ചോദിച്ചോട്ടെ. അതായത് താങ്കളും ലാലേട്ടനുമായിട്ട് മമ്മൂക്കയായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. അപ്പോൾ അവരെന്തെങ്കിലും സ്വകാര്യമായിട്ടെങ്കിലും ഈ ഇതിനെ ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടോ? ശ്രീ മോഹൻലാലോ ശ്രീ മമ്മൂക്കയൊക്കെ അവർ വെറുതെ പെട്ടെന്ന് ചാടിക്കുന്ന അഭിപ്രായം പറഞ്ഞവരല്ല. ശ്രീ ആൻഡോ ജോസഫോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ സംസാരിച്ച് പുള്ളി അതിനകത്ത് മുഴുവൻ തീരുമാനം എടുത്താണെങ്കിൽ മമ്മൂക്കായുടെ അഭിപ്രായം പറഞ്ഞു. മമ്മൂക്ക തന്നെ ബുദ്ധിയുള്ള ആളാണ്. സജീവന്റെ അഭിപ്രായം അവർക്ക് ആവശ്യമില്ല. പിന്നെ ശ്രീ മോഹൻലാൽ, അദ്ദേഹം ആന്റണി പെരുമ്പാവൂരുണ്ട്. അല്ല, മോഹൻലാലിന് അതിൻ്റെതായ ചുറ്റുവട്ടമുണ്ട്. അദ്ദേഹം അതനുസരിച്ചാണ് തീരുമാനം പറയത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഇതിനകത്ത് വന്ന ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ട് അവർക്കെതിരായിട്ട് ആൾക്കാർ വരും. പിന്നെ അവരിൽ ആരെങ്കിലും ഉണ്ടായിരുന്ന ഇതുണ്ടാവില്ല. ശ്രീ മോഹൻലാലോ ശ്രീ മമ്മൂട്ടിയോ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ, എന്നിട്ട് വർക്കിംഗ് പ്രസിഡന്റായിട്ട് വേറെ ആളെ വെച്ചാൽ മതി, വർക്കിംഗ് സെക്രട്ടറി വേറെ ആളെ വെച്ചാൽ ശ്രീ മമ്മൂട്ടിയോ മോഹൻലാലോ ഈ സ്ഥാനത്ത് എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് കീ പോസ്റ്റ് ഉണ്ടായിരുന്നു സംഭവിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, സംഭവിക്കില്ല. അവർ താടിയുള്ള അപ്പനെ പേടിയുള്ളൂ. ഉണ്ടായിരുന്ന സമയത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. താടിയുള്ള അപ്പനെ പേടിയുള്ളൂ. അപ്പോൾ ഇവരിത് നശിപ്പിച്ച് കളഞ്ഞ് വളരെ നല്ലൊരു സംഘടനയായിരുന്നു. എത്ര പേർക്ക് ചാരിറ്റി, എത്ര പേർക്ക് മരുന്ന്, എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അത് 95% ആൾക്കാർക്കും പണിയില്ലെന്ന്. 95% അമ്മയിലെ മെമ്പർമാർക്കും പണിയില്ല. 5000 രൂപ കൈനീട്ടം ഇപ്രാവശ്യം കൈനീട്ടം മുടക്കിയിട്ടില്ല. ഫണ്ട് കിടപ്പുണ്ടല്ലോ. ഒരു മാസം 5000 രൂപ കൊണ്ട് അവരൊക്കെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചേക്കൂ, എത്ര പേർക്കാ പടമുള്ളേ? ഇവർ 50-60 പേർക്കേ പടമുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഒരു പരിപാടിയില്ല, പടവുമില്ല, പപ്പടവും ഇല്ല. അവർ വീട്ടിൽ വെറുതെ ഇരിക്കുക. അപ്പോൾ ആ സംഘടന നശിക്കുന്ന അവർക്ക് ഹൃദയം കൊണ്ട് പിന്നെ വേദന ഉണ്ടാവത്തില്ല. എന്താ ഈ പറഞ്ഞത്? കൊച്ചുമക്കൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൊച്ചുമക്കളൊക്കെ വീട്ടിലിരിക്കുന്നു, മക്കളിരിക്കുന്ന സമയത്ത് ഒരു 5000 രൂപ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അംഗീകാരമാണ്. കാരണം പ്രായമുള്ളവർക്ക് ചിലപ്പോൾ വീടുകളുടെ സ്ഥാനം അറിയാമല്ലോ. പ്രായമുള്ളവർക്ക് ഇപ്പോൾ നമ്മളറിയാമല്ലോ, പൊതുസമൂഹത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ പ്രായമുള്ളവരൊക്കെ ഏതാ ചവിറ്റുകൊട്ട ഇടുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? മുത്തച്ഛനും മുത്തച്ഛനും ഒന്നും വേണ്ട ഇപ്പോൾ ആർക്കും. കാരണം എന്താ, അവരെയൊക്കെ നമ്മളൊക്കെ സമൂഹത്തിൽ ചുറ്റുപാട് നോക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അവർക്കൊരു 5000 രൂപ വരിക എന്ന് പറയുന്നത് വലിയ കാര്യം, അത് അംഗീകാരമാണ്, ഒരു പ്രൗഡാ. അപ്പോൾ ആ സംഘടന നശിക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇനി അത് ഒരിക്കലും ഒരുമിക്കത്തില്ല. ഇനി അവർ എത്ര അതുപോലെ അകന്നുപോയി. മാനസികമായി അകന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മുന്നോട്ട് പോകാൻ നടക്കില്ലല്ലോ. പാച്ച് വർക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ, പാച്ച് വർക്ക് കഴിഞ്ഞവർ കൊണ്ടുവന്നാലും 1 കിലോമീറ്റർ പോലെ വണ്ടി ഓടുക, കംപ്ലീറ്റ് ടോട്ടൽ ലോസാ. അതെ, ഇനിയും എന്തായാലും ആ വിഷയത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. അതായത് നമ്മൾ അവസാനമായി കണ്ടപ്പോൾ
കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതിയാണ് നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നത്. അതെ അതെ അതെ. അതിന് ഒരാഴ്ച മുമ്പാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയുണ്ട് നമ്മൾ പറഞ്ഞേ? കറക്റ്റ് ആയിട്ട് ഇത് പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ്. നമ്മൾ ജീവിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഡിജിറ്റൽ തെളിവാണല്ലോ. ഡിജിറ്റൽ തെളിവാണ്. അന്ന് നമ്മൾ പറഞ്ഞു, അന്നും ഡിജിറ്റൽ തെളിവാണ് പറഞ്ഞു. അതെ അതെ അതെ, ഡിജിറ്റൽ. പക്ഷേ എനിക്കിപ്പോൾ ഞാനിത് അവസാനിച്ചൊരു ചാപ്റ്ററാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഒരു തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സംഭവം ഉണ്ടായി ആദ്യം മുതൽ തന്നെ വരുന്നതാണ് ഈ ഒരു വിചാരണ ഘട്ടം എത്തുമ്പോൾ ഓരോ തടസ്സവാദങ്ങൾ ഉന്നയിക്കുക, അതിനെ വൈകിപ്പിച്ചു കൊണ്ടുപോകുക. നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ഇപ്പോൾ വിധി വന്നിട്ടും ഒരു കോടതിക്ക്, അതായത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കോടതിക്ക് പറയേണ്ടി വന്നു വക്കീൽ വന്നിരുന്ന് ഉറങ്ങുകയാണെന്ന്. ആ വക്കീൽ ഒന്ന് സമ്മതിച്ചു, ഞാൻ ക്ഷീണക്കാരുടെ ഉറങ്ങിപ്പോയെന്ന്. അതിനുശേഷവും ഈ കുറ്റാരോപിതൻ എന്നിവർ പറയുന്ന ആളെ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഈ മാധ്യമപ്രവർത്തകനായ റോഷിപ്പാൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ ഇറങ്ങി. ഞാനത് വായിച്ചു. എന്താണ് പറയേണ്ടതെന്നറിയില്ല. അതായത് ഈ കുറ്റാരോപിതൻ, അതായത് കുറ്റവിമുക്തനാക്കപ്പെട്ട വ്യക്തിയെപ്പോലും, ദിലീപിനെ പോലും പ്രതി എന്ന് മനഃപൂർവ്വം അതിൽ പറയുകയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് ഇപ്പോൾ ഒരു റോഷിപാൽ ഒരു പുസ്തകം ഇറക്കി പറഞ്ഞു എന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് ദിലീപിനെ ഞാൻ കണ്ടിട്ടില്ല, ദിലീപിനെ എനിക്കറിയില്ല, സിനിമ കണ്ട് ഉള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ അതിൽ ഭാരത് ലൈവിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ സജി നന്ദിയേട്ടനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ചെറിയ പോർഷൻ മാത്രമേ. അല്ല, അങ്ങനെയല്ല. അതൊരു ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് എന്നുള്ള ഇതൊക്കെയാണ്. അതിൽ ഈ പല ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്കും ഒക്കെ വളരെ വീരപരിവേഷം ചാർത്തി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകത്തിലൂടെ വീണ്ടും അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതെന്താണ് സഹിച്ചേട്ടാ ഇതിൽ? ഇപ്പം അതിന് നിങ്ങൾ പലരുമായിട്ടും പിന്നീട് വീണ്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഒരു വ്യക്തിയെ, പൾസർ സുനിയോട് വൈരാഗ്യമില്ല, പൾസർ സുനി വേണമെങ്കിൽ തുറന്നു വിട്ടോട്ടെ, പക്ഷേ ദിലീപിനകത്ത് കയറ്റി പറ്റും എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കാനൊരു കാരണം എന്താണ്? ഒരു മാധ്യമ പ്രവർത്തകൻ, കേരളത്തിൽ ഒരു സ്ത്രീകൾ ആദ്യമായിട്ടുള്ള ഒരു ആൾ പീഡിപ്പിക്കപ്പെടുന്നത്, നടിമാർ പോലും ചിലപ്പോൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, പലരും പരാതി പറഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ കേരളത്തിലെ ഏറ്റവും ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഈ പീഡനങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ ഒന്നും ഈ ഒരു ഇരവാദമില്ല, അല്ലെങ്കിൽ അവിടെ ഒന്നും എനിക്ക് വേദനയില്ല. എനിക്ക് നടി ആക്രമിച്ച കേസിൽ പ്രശ്നമാണ്. അതെന്താണ് അതിൻ്റെ കാര്യം? അതായത് വ്യക്തിവൈരാഗ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവർ പറഞ്ഞതെല്ലാം എന്താ പറയുക, ജനം അല്ലെങ്കിൽ കോടതിയിൽ ഇവർ കുറേ വർഷങ്ങൾ 8 വർഷം പറഞ്ഞത് മുഴുവൻ വൃഥാവിലായി. അതിൻ്റെ ഒരു കോംപ്ലക്സ് അവർക്കുണ്ട്. അപ്പം ദിലീപിനെ കോടതി എന്തോ തെളിവുണ്ടായിട്ട് വെറുതെ വിട്ടു. കോടതി, ഞാൻ ആ ദിലീപിൻ്റെ വിധി മൊത്തം എടുത്ത കോപ്പി എന്നെ ഇപ്പോഴും ഇരിക്കും. അത് മുഴുവൻ പഠിച്ചവർക്കറിയാം. അപ്പം കേരളത്തിലെ അക്കാഡമിക് സമൂഹം മുഴുവൻ പഠിച്ചു. കള്ളസാക്ഷികൾ, ഡഫിനെ വരെ അവർ ഇതാക്കിയിട്ടുണ്ട്. ഏതാ ഈ സാക്ഷിയാക്കിയിട്ടുണ്ട്. ഇത് മൊത്തം വായിച്ചപ്പോൾ ജനത്തിന് മനസ്സിലായി ദിലീപ് പുണ്യവാളനാണെന്നോ. ഞാനിപ്പോൾ പറയല്ലേ, ദിലീപ് പുണ്യവാളനെന്നോ അല്ലെങ്കിൽ ഹരിചന്ദ്രനാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യരാ. പക്ഷേ ദിലീപ് ഈ കേസിലില്ല. ഇത് ദിലീപിനൊരു അടിപൊളി കൊട്ടേഷൻ അങ്ങോട്ട് കൊടുത്തതാണ്. അതിനകത്ത് ഇവർ ഈ പറയുന്ന ഒരു ലോബി ഉണ്ടല്ലോ, ആ ലോബിക്കകത്ത് നല്ല പൈസ മുടക്കുണ്ട്. ദിലീപിനെ ഇല്ലാതാക്കണം എന്നുള്ള അവരകത്ത് വിജയിച്ചിട്ടുണ്ട് അവർ കേട്ടോ. കാരണം ദിലീപിന് ഇപ്പം തന്നെ എനിക്ക് 57 വയസ്സ് കാണും ദിലീപിന്. അപ്പം എത്ര നാൾ ദിലീപിന്റെ കരിയർ പോയി? 2018 മുതൽ. ഇവര് ഉദ്ദേശം എന്താ? ഡിസ്ട്രക്ഷനാണ്, നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം. ഇപ്പോഴും ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പോഴും ദിലീപിനെ മോശക്കാരനാക്കി ദിലീപ് എന്നുള്ള വിഷയം മറ്റൊരു വ്യക്തി ആയിക്കോട്ടെ, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഒരാളിങ്ങനെ നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ അതിന് നമ്മൾ ഈ പ്രശ്നം തീരണമെങ്കിൽ ദിലീപ് കാവ്യ മാധവനെ ഡൈവേഴ്സ് ചെയ്യണം. അതിലെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായി. ദിലീപിന്റെ ഈ പ്രശ്നം തീരണമെങ്കിൽ ദിലീപ് കാവ്യ മാധവനെ ഡിവോഴ്സ് ചെയ്യണം. പെണ്ണൊരുമ്പട്ടാൽ നീണ്ടുണ്ടോ? ഇത്ര എനിക്ക് ഇതേക്കുറിച്ച് പറയാം. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ശരിക്കും ആക്കി തൂക്കിയാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. റോഷിപാലല്ലേ, റോഷിപാല് മറ്റേ സുമേഷ് ഉദ്ദേശിച്ച റോഷിപാൽ നമ്മുടെ റിപ്പോർട്ടറിലെ റോഷിപാലല്ലേ, നമ്മുടെ പൾസർ സുനിയുടെ മറ്റേ ഒളിക്യാമറ 8 ആംഗിളിൽ കൊണ്ട് വെച്ചത് ഒരു മൈതാനത്ത്, തൃശ്ശൂർ അങ്ങോട്ട് വലിയൊരു മൈതാനത്ത്. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ കുടുകൂടെ ചിരിപ്പിച്ച ആളല്ലേ. ആ റോഷിപാലാണോ? പുള്ളി ഇതിനപ്പുറം പറയും കേട്ടോ. ഈ ഒളിക്യാമറ എങ്ങനെ വെക്കാമെന്ന് പുതിയ DNA അതിനെ കണ്ടുപിടിച്ച ആളാണ്. അന്ന് ഈ ലാസ്റ്റ് ജനം മുഴുവൻ ഇത് എതിരായെന്ന് കണ്ടപ്പോൾ തന്നെ ഇത് പിടികിട്ടി, നാടകമെന്ന് പിടികിട്ടിയപ്പോൾ ഇതുമായിട്ട് ചാനൽ ഓടി. റോഷിപാൽ ഓടിയ വഴിക്ക് അന്ന് പുല്ല് പോലും കൊടുത്തിട്ടില്ല. ഈ റോഷിപാലിനൊക്കെ ഈ റിപ്പോർട്ടർ ചാനൽ ഒരു ലേഡി ജേർണലിസ്റ്റ് ഇങ്ങനെ എന്തൊരു അക്രമം നടന്നതിനെക്കുറിച്ച്, ഒരു ലൈംഗിക അക്രമം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരാതി കൊടുത്തിരുന്നല്ലോ.
അപ്പോൾ ആ സമയത്ത് ഈ റോഷി ബാലൻ എന്തായ അതേക്കുറിച്ചൊരു പുസ്തകം ഇറക്കാത്തെന്നുള്ള സ്വന്തം സഹപ്രവർത്തകർ പ്രശ്നം ഉണ്ടായതിനെക്കുറിച്ച് നമ്മൾ സമൂഹത്തിൽ ചർച്ച ചെയ്തില്ല ഇവർ. ആ പെൺകുട്ടി പരാതി പറഞ്ഞു, അതവർ ഒതുക്കി. റോഷി ബാല ഈ അതേക്കുറിച്ചൊരു പുസ്തകം ഇടാവോ? അതിന് പേന ചലിക്കത്തില്ലേ? അപ്പം നിങ്ങൾക്കൊക്കെ എന്താ അറിയോ, നിഷ്പക്ഷരല്ല. നിങ്ങളുടെ സ്വന്തം കാര്യം വരുമ്പം മറച്ചു വെച്ചിട്ട് നമ്മുടെ കാലിലെ മന്ത് മൂടിയിട്ട് മറ്റുള്ളവനെ മന്താന്ന് വിളിക്കുക. അപ്പം നിഷ്പക്ഷമായിരിക്കണം നമ്മൾ കേട്ടോ. റോഷി ബാലനെ കുറിച്ചൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കും. ദിലീപ് എൻ്റെ അമ്മാച്ചൻ്റെ മോനൊന്നുമല്ല. അതെ, അത് അവിടെയാണ് വിഷയം. കാരണം ഇതില് കോടതിയിൽ ഇരിക്കുന്ന പൊട്ടന്മാരാണോ? തെളിവ് കൊടുക്കണമായിരുന്നു. ഈ റോഷി ബാലൻ എവിടെയായിരുന്നു? അല്ല, അതാണ് ഇത്രയും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, പിഞ്ചു കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. അവിടെ പോലും ഇതുപോലുള്ള റോഷി ബാലൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ പുറകെ നടക്കാറില്ല. അല്ല, ഹൈക്കോടതി ഇപ്പോൾ അടുത്ത വിധി വരുമല്ലോ, മനസ്സിലായില്ലേ? ഇവർ കുറെ ഇല്ലാക്കാതെ ഉണ്ടാക്കി. ഇവരുടെ ചാനലിനെ കുറിച്ച്, റോഷി ബാലന്റെ ചാനലിനെ കുറിച്ച് കോടതി വിധിക്കാത്തുണ്ടല്ലോ. ചാനലിനെ കുറിച്ച് പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അതായത് പിന്നെ റിപ്പോർട്ടർ ചാനൽ വളരെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രകുമാർ വരുന്നത്. പിന്നീട് കരകയറി. എങ്ങനെയാണ് ഞങ്ങളുടെ കരകയറ്റിയേ? ഞാന് സ്ഥിരം ചർച്ചക്കാരാ. ഞാൻ റിപ്പോർട്ടർ ചാനൽ എല്ലാ ദിവസവും ഞാനും രാഹുൽ ഈശ്വറും. അന്നേരം ഓൺലൈനിൽ മാത്രമേ റിപ്പോർട്ടർ ചാനലുള്ളൂ. മറ്റേതിന് ഫീസ് അടയ്ക്കാനുള്ള മുഴുവൻ കട്ടായി. എല്ലാ ദിവസവും ഞാൻ ലാപ്ടോപ്പിലിരിക്കുന്നത്. എല്ലാ ദിവസവും എൻ്റെ പണി അതായിരുന്നു. കാരണം ഈ കേസിൽ എല്ലാ ദിവസവും ഇന്ന് രാഹുൽ ഈശ്വർ, നാളെ ഞാൻ, അങ്ങനെ 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 എത്ര ആൾ റിപ്പോർട്ടർ ചാനൽ ഇതുകൊണ്ട് ജീവിച്ചു. ശരിക്കും റിപ്പോർട്ടർ ചാനലിൻ്റെ അവിടെ ഒരു ഫോട്ടോ വെക്കേണ്ടതാണ്. ദിലീപ് ഈ ചാനലിൻ്റെ ഐശ്വര്യം. ഇപ്പം നമ്മുടെ ഇവരല്ലേ നമ്മുടെ സഹോദരന്മാർ, റൈറ്റ് സഹോദരന്മാരെ പോലെ നമ്മുടെ ഇവരാ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേ നീതിബോധമുള്ള റിപ്പോർട്ടർ ചാനലിന്റെ ഈ റോഷി ബാലൻ എന്നാ ചെയ്യണം? ഇതുപോലെയല്ലേ അവരുടെ MD കേസിൽ പ്രതിയായിരിക്കുന്നത്. മരംമുറി കേസില് റോഷി ബാലന്റെ MDമാരല്ലേ അവര് പ്രതികളല്ലേ? അപ്പൊ റോഷി ബാലൻ അതേക്കുറിച്ച് പറയാത്തെ? അപ്പോൾ ഇവരുടെ എല്ലാം സീസണൽ ഗ്രീറ്റിംഗ്സ് എന്ന് അതിന് പറയുന്നത്. നീതിയുള്ളവർ എല്ലാ കാര്യവും നീതി പറയണ്ടേ? അപ്പോൾ 1-ാം തീയതി രാവിലെ അങ്ങനെയുള്ളവർ ആ ചാനൽ രാജിവെച്ചുകൊണ്ട് റോഷി ബാലൻ ഇത്ര നീതിവാനാണെങ്കിൽ ആ ചാനൽ ഞാൻ പറഞ്ഞില്ല അവർ മരം മുറിച്ചെന്നോ അതൊന്നും ഞാനിപ്പോൾ കോടതി വിധി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഇതിൽ പറയല്ല. കാരണം അവരുടെ കോടതി വിധി വരട്ടെ. അതെ, എന്താ സംഭവിച്ചത്? നമ്മളിപ്പോൾ അങ്ങനെ കൊടുക്കണ്ടേ? അങ്ങനെ പറയാൻ പറ്റില്ല സജേട്ടാ. കാരണം അവർ മരം മുറിച്ച് വിറ്റു. ഇതിനുള്ള ഇത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ട്. ഫൈനൽ പറയണ്ടാരാ? ഫൈനൽ വിളിച്ച് പറയണ്ടാരാ? കോടതിയാണ്. കോടതി. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്ര ധാർമ്മികമുള്ള ഈ റോഷി ബാലൻ എന്തുകൊണ്ടാണ് അവിടുന്ന് രാജിവെച്ച് പോകാത്തെ? അവരുടെ ശമ്പളം മേടിച്ചോണ്ട് 1-ാം തീയതി മേടിക്കുന്നത് റോഷി ബാലനോട് എന്താ ചോദ്യം? രണ്ടറ്റവും കൂട്ടിമുട്ടിക്കണ്ടേ കേട്ടാ. ഇതൊക്കെ ചുമ്മാ ഒരുമാതിരി പുസ്തകം വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പണിയല്ലേ, റോയൽറ്റി കിട്ടാൻ. കേരളത്തിൽ അല്ല, പക്ഷെ ഞാൻ റോഷി ബാലനെ ഞാൻ ഒറ്റ തവണയെ കണ്ടിട്ടുള്ള ജീവിതത്തിൽ. ഞാനന്ന് അദ്ദേഹത്തിനോട് ചെന്ന് പരിചയപ്പെട്ടു. എനിക്ക് ഇവരോട് ഞാൻ പച്ചയ്ക്ക് വർത്താനം പറയും. റോഷി ബാലല്ല, ഏത് ഇന്ദ്രം എന്നാലും ഞാൻ പറയും. അങ്ങോട്ടും സംസാരിച്ചു, പുള്ളി ഇങ്ങോട്ട് സംസാരിച്ചു. ഞങ്ങൾ സെൽഫി എടുത്തിട്ടാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല, വിളിച്ചിട്ട് ഞാൻ ഒരിക്കൽ വേറൊരു വാർത്തയുടെ കാര്യത്തുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് വളരെ നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം. പുസ്തകം വായിക്കുമ്പോൾ അറിയാം, അത് വളരെ നമുക്ക് വിഷമം തോന്നുന്നതാണ്. കാരണം മാധ്യമപ്രവർത്തനമാണ് ചെയ്യുന്നത്. അവർക്കൊക്കെ കഴിവുള്ള ആൾക്കാരാണ്. ആ കഴിവ് അവർ മറ്റു കാര്യങ്ങളിൽ, കേരളത്തിൽ എന്തുമാത്രം അഴിമതികൾ, സാധാരണക്കാരായ പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ, പീഡനങ്ങൾ, അഴിമതി കഥകൾ, അബ്സ്കൗണ്ടിങ്, എന്തുമാത്രം കാര്യങ്ങൾ അവർ അത് വെച്ചാൽ പുസ്തകം ആരും മേടിക്കും. ദിലീപിനെ വെച്ചാലേ പുസ്തകം മേടിക്കുള്ളൂ. സുമേഷ് കുറച്ച് യൂസ് യുവർ ബ്രെയിൻ. ദിലീപിനെ കുറിച്ച് പറഞ്ഞാലേ പുസ്തകം ആരും മേടിക്കത്തുള്ളൂ. അല്ല, പാവപ്പെട്ട ഇവിടുത്തെ എത്ര പേര് പീഡിപ്പിക്കണം, അവരെ കുറിച്ച് പറഞ്ഞാൽ ആരും പുസ്തകം മേടിക്കുമോ? റോഷി ബാലൻ മണ്ടനാണോ? കൊള്ളാം. കൊള്ളാം. അപ്പൊ എന്തായാലും എല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ എക്കോണമി. പുതിയ ആളാ. കേസരിക്ക് ശേഷം, കേസരി പിന്നെ തോമസ് ഐസക് സാറിനൊക്കെ ശേഷം, പനച്ചിക്കൊക്കെ ശേഷം ഇറങ്ങിയ ആളാ. കഷ്ടം. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഈ കർമ്മ ഈസ് ബൂമറാങ് എന്ന് പറയും പോലെ ഇത് തിരിച്ചടിക്കുന്ന ഒരു സമയം വരും. കോടതി വിധിച്ചു, ഇപ്പൊ ദിലീപ് കുറ്റക്കാരനെന്ന് പറയുന്നു. ഇതൊക്കെ തിരിഞ്ഞു വരുന്ന ഒരു സമയം വരും. ഒരിക്കലും നമ്മളൊരാളെ, നമ്മൾ ശത്രു ആയാൽ പോലും ഇതുപോലെ വേട്ടയാടാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു തെളിവില്ല. ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഒരു പൊടിക്ക് ഇത്തിരി തൊട്ടുകൂട്ടാൻ ഒരു തെളിവില്ലാതെ ഈ കഥ കൊണ്ട് ഒരാളെ വേട്ടയാടി നശിപ്പിച്ചതും പോരാ, പിന്നെ ഈ നായിക്ക് മുറിവുറുപ്പ് ഇങ്ങോട്ടെന്ന് പറഞ്ഞ പോലെ. അതെ, അതൊക്കെ പോട്ടെ. ബാലചന്ദ്രകുമാറാണ് ഈ വിവാദം വെളിപ്പെടുത്തലുമായി വന്നത്. ബാലചന്ദ്രകുമാർ എങ്ങനെയാണ് മരണപ്പെട്ടത്? ബാലചന്ദ്രകുമാറിന് എന്താണ് വിഷം കൊടുത്തതെന്ന് ദിലീപ് എന്നാണ് പറയുന്നത്. ശരി, ബാലചന്ദ്രകുമാറിനെ മരണപ്പെട്ടു. ഈ മരണപ്പെട്ട് അയാൾ സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പറയുന്ന ബാലചന്ദ്രകുമാറിനെ കൊണ്ട് രക്ഷപ്പെട്ട റിപ്പോർട്ടർ ചാനൽ എന്ത് ചെയ്തു? അവരെല്ലാം ഭയങ്കരമായിട്ട് സഹായിച്ചോ? യൂസ് ആൻഡ് ത്രോ. ഇപ്പൊ എന്നെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരും. അത് കഴിഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ. ഏത് ചാനലുകാർക്ക് ആരോടാ പൊതുസമൂഹം ധാർമ്മികത? അവർക്ക് 10 പൈസ കിട്ടാൻ 10 വാർത്ത ഉണ്ടാക്കുക, വാർത്ത സൃഷ്ടിക്കല, എന്നിട്ട് പരസ്യം പിടിക്കല്.
പൊതുസമൂഹത്തെ കളിപ്പിക്കല്ലേ. ഇന്ന് വാർത്താ ചാനൽ ഏതാ സത്യം പറഞ്ഞ എത്ര കേരളത്തിൽ നിഷ്പക്ഷ ഒറ്റ വാർത്താ ചാനലിൻ്റെ പേര് പറ. എല്ലാവരും ഓരോ സൈഡാ. അതാണ് നിഷ്പക്ഷ പത്രപ്രവർത്തനം. അപ്പോൾ അതുകൊണ്ടൊന്നും ബോധമുള്ളവർക്ക്, ബോധമില്ലാത്തവർക്ക് ഇതൊക്കെ ഇവർ പറഞ്ഞത് ചിലവാകും കേട്ടോ. അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം ഇറക്കിയത് നല്ലതെന്നാണ്. കാരണം ഇത് വാങ്ങിക്കുന്ന ദിലീപ് കുറ്റക്കാരനാണെന്ന് കരുതി ഇത് വാങ്ങി വായിക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഒരു മനമാറ്റം ഉണ്ടാവും. എന്തായാലും അതുകൊണ്ട് അത് മറ്റേ ശിവശങ്കർ ഉണ്ടല്ലോ, മറ്റേ അശുദ്ധമാവ് ഞാൻ എഴുതി സ്വപ്ന സുരേഷിനെ കൊണ്ട് മറ്റേ ചതിയുടെ പത്മ എഴുതിപ്പിച്ച് പണി വാങ്ങിച്ചതുപോലെയാണ് ഈ വിഷയവും. എന്തായാലും അടി കൊടുത്ത് അടി വാങ്ങി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇവരൊന്നും കൗണ്ടബിൾ അല്ല. കാരണം നമ്മൾ കൗണ്ടബിളാണ് അല്ല. ഇവർ ഈ പറഞ്ഞ കേട്ടാണ് ആര് ഇത് ചെയ്യാൻ ഓയ്ക്കൊരു ദീർഘം കിട്ടും അത്രയോളം ജനത്തിന് ബോധമുള്ളവരല്ലേ. അപ്പോൾ ഇവരൊന്നും പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. കോടതി ഇത്രയും ഇഴകേറി പരിശോധിച്ചിട്ട് കൃത്യമായ വിധി ഓരോന്ന് പറഞ്ഞിരിക്കുക. ഹൈക്കോടതി വിധി വരുമല്ലോ അല്ലേ? അല്ല, അത് കഴിഞ്ഞ് സുപ്രീം കോടതി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പോകണം. സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള കോടതി ലോക കോടതി. അവിടെ പോകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പ്രധാനമന്ത്രിയോട് പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ട് ഇതൊരു അത്രയും വലിയ കേസായതുകൊണ്ട് ലോക കോടതിയിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലൂടെ പോയിട്ട് വരട്ടെ. അന്നേരം നമ്മളതൊക്കെ കാണും. ആർക്കറിയാം? നമ്മുടെ കൊച്ചു കുട്ടികൾ കാണും, നമ്മുടെ മക്കളുടെ മക്കൾ കാണും. അല്ല, എന്തായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എന്തായാലും വിജയിച്ചു. അവർക്ക് ഈ പറയുന്ന കുറ്റാരോപണത്തിന്റെ ദിലീപിനെ പെർമനന്റ് അകത്തിടാൻ പറ്റില്ല. ദിലീപിന്റെ കരിയർ ഭയങ്കരമായിട്ട് ബാധിച്ചു. അല്ല, ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ദിലീപ് തെറ്റ് ചെയ്തെന്ന്. അതെ, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുണ്ട്. എന്തായാലും കേട്ടോ, അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. 86 ദിവസം ജയിലിൽ കിടത്താൻ പറ്റി, കരിയർ തകർക്കാൻ പറ്റി. ആയിക്കോട്ടെ. എന്തായാലും പിന്നെ ഉത്സവപ്പറമ്പിൽ മാട്ട കളിച്ച് കിടന്ന ആൾ എന്തായാലും ദിലീപിലേക്ക് എത്തിയല്ലോ. അതിന് അയാൾക്ക് കിട്ടിയ ഏറ്റവും അതൊരു ബോണസ് തന്നെയാണ്. പിന്നെ ആ മനുഷ്യനെ കൊണ്ട് ഒരു രക്ഷമുണ്ടല്ലോ, ചാനൽ ഉൾപ്പെടെ. അതെ, എനിക്കും പറയാനുള്ള ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞ കണക്ക് ഈ പുസ്തകം വരെ ആൾക്കാർ വിൽക്കുക, അയാളെ വിൽക്കുക. എന്തായാലും ശ്രീ സജി നന്ദിയായിട്ട് പറഞ്ഞതുപോലെ അമ്മ എന്ന സംഘടനയ്ക്ക് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. കഴിഞ്ഞ 1.5 വർഷക്കാലം കൊണ്ട് അത് തകർന്നു തരിപ്പണമായിരിക്കുന്നു. മലയാളികളുടെ എല്ലാം അഭിമാനമായിരുന്ന ഒരു സംഘടനയാണ്. അതിനെ ചിലർ തകർത്തെറിഞ്ഞിരിക്കുന്നു. എന്തായാലും പല കാര്യങ്ങളും അദ്ദേഹത്തിന് തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അതിന് നിയന്ത്രണവും പരിധിയും ഒക്കെയുണ്ട്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ ചില വില്ലന്മാർ ഈ സംഘടനയെക്കുറിച്ചും ഈ മേഖലയെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായ ധാരണയും അറിവും ഒക്കെയുള്ളയാളാണ് ശ്രീ സജി നന്ദിയാട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ചില വില്ലൻ കഥാപാത്രങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ ഒരു പക്ഷേ കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്നത് പോലെ തട്ടിയും മുട്ടിയും ഈ സംഘടന മുന്നോട്ട് പോയേക്കാം. എന്തായാലും മലയാള സിനിമാ മേഖലയ്ക്ക് വലിയൊരു നാണക്കേടാണ് ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവം.